നമസ്കാരം. ട്രംപിന്റെ കർശന നിർദ്ദേശത്തിൽ നിർണായക ചുവടുവെപ്പുമായി തന്നെ അമേരിക്കൻ സൈന്യം മുന്നോട്ട് വയ്ക്കുകയാണ് എന്ന് പറയാം. വ്യോമാക്രമണത്തിൽ യമനിലെ ഹൂതികളുടെ സൈനിക കേന്ദ്രം തകർത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമണത്തിലാണ് സൈനിക ആസ്ഥാനം തകർന്നതെന്ന് പറയുന്നു. വ്യോമാക്രമണത്തിൽ വീഡിയോ ദൃശ്യം US സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. സൈനിക ജനറൽ കമാൻഡ് ആസ്ഥാനമാണ് തകർന്നതെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക തലസ്ഥാനമായ സനായിലും സഅദയിലും ഒക്കെ തന്നെയും അതുപോലെ അൽ ജൗഫിലുമാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ വ്യക്തമാക്കുന്നുണ്ട്. സായുധ ആക്രമണത്തിൽ തന്നെ ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളതായി തന്നെ ഇവരുടെ വാർത്തകൾ വ്യക്തമാക്കുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുകളും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ടവറുകളും തകർന്നതായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായ 2ാം ആഴ്ചയും ഹൂതി ക്യാമ്പുകൾക്ക് നേരെ വ്യാപക വ്യോമാക്രമണമാണ് നടക്കുന്നത്. US ആക്രമണം കടുപ്പിച്ചതോടെ ഹൂതികൾ ഒളിത്താവളത്തിലേക്ക് മാറി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ബോംബിംഗ് നടക്കുന്നത്. ശക്തി കേന്ദ്രമായ സൗദിയിലും ചെങ്കടൽ തുറമുഖ നഗരമായ ഹുദൈദയിലും അരിബ് പ്രവിശ്യയിലും ഒക്കെ തന്നെയും US ആക്രമണം നടന്നതായി ഹൂതികൾ അറിയിച്ചു. ചെങ്കടലിൽ സഞ്ചരിക്കുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് ലക്ഷ്യമിടുന്ന തുടരുമെന്നും ഭീഷണിക്ക് പിന്നാലെയാണ് ഹൂതി വിമതർക്ക് നേരെ US ആക്രമണം തുടങ്ങിയത്. മാർച്ച് 15 വ്യോമാക്രമണത്തിൽ സനായിലും 53 പേർ കൊല്ലപ്പെട്ടിരുന്നു. മിസൈൽ മേധാവി അടക്കം ഹൂതികളുടെ നേതൃത്വം നശിപ്പിക്കാൻ കഴിഞ്ഞതായി US പ്രസിഡന്റിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് വ്യക്തമാക്കി. അമേരിക്ക ആക്രമണം ശക്തമാക്കിയതോടെ ചെങ്കടലിലൂടെയുള്ള കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്നും ഹൂതികൾ പിൻവലിഞ്ഞിട്ടുണ്ട്. നേരത്തെ യമനിലെ ഹൂതികൾ പൂർണ്ണമായും നശിപ്പിക്കുകയെന്ന അമേരിക്കയുടെ ലക്ഷ്യമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. ചെങ്കടലിൽ സമാധാനമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US വ്യോമസേന ഇപ്പോൾ തന്നെ വ്യോമാക്രമണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന്റെ മുന്നറിയിപ്പ് എത്തിയത്. ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാനും ട്രംപ് മുന്നറിയിപ്പ് നൽകി. യമൻ തലസ്ഥാനമായ സനായിലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലും US വ്യോമാക്രമണം തുടരുകയാണ്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം ആരംഭിച്ചത്. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ഇനിയും കടുപ്പമാകുമെന്നും ഹൂതികളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ഇറാൻ അമേരിക്ക ചെങ്കടലിൽ തന്നെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പറഞ്ഞു. തലസ്ഥാനമായ സനായിൽ വ്യോമാക്രമണം നടത്തി ട്രംപ് 2ാം തവണ പ്രസിഡന്റായ ശേഷം മധ്യപൂർവ്വ ദേശത്ത് തന്നെ US നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത്. നിങ്ങളുടെ സ്വന്തം അവസാനിച്ചു, സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുന്നു. സ്വന്തമായി കാണുന്ന നിങ്ങളുടെ ആക്രമണം ഇന്നു മുതൽ തന്നെ നിർത്തണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽസിലൂടെ പ്രതികരിച്ചു. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഒരു ആക്രമണവും ഇനി അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് തന്നെ അവസാനിപ്പിക്കണമെന്നും ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.